റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിൽ ഗോത്രകലകളിൽ വിധികർത്താക്കളായി എത്തുന്നത് ഗോത്രകലകളിൽ നൈപുണ്യമില്ലാത്തവരെന്ന് ആരോപണം. മംഗലംകണിക്കും പണിയനൃത്തത്തിനും വിധികർത്താക്കളായിരുന്നവർ ഗോത്രകലാരൂപത്തെ അപമാനിക്കുന്ന തരത്തിൽ വിധി നിർണ്ണയം നടത്തിയെന്നാണ് പരാതി. ഗോത്രകലാകാരൻ ഷിംജിത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും ഗോത്രവർഗ കമ്മീഷനും പരാതി നൽകി. ആ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വന്ന വ്യക്തികളെ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പല ആൾക്കാരെയും ഇതിൻ്റെ കമ്മിറ്റിക്കാർ വിളിച്ചിരുന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിന് കൊടുക്കണം ഫസ്റ്റ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഈ വിളിച്ചിരിക്കുന്ന അവരുടെ സ്കൂളിന് ഫസ്റ്റ് കൊടുക്കുക, അതുകൊണ്ട് പല വിധികർത്താക്കളും അതിന് പിന്മാറിപ്പോയി. അവസാനമാണ് ഈ 3 പേര് വന്നിരുന്നത്. ഈ 3 പേര് വന്നിരുന്നിട്ട് അവർ മംഗലം കളിക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്തത് അവർ നേരത്തെ പറഞ്ഞു വെച്ച പ്രകാരമാണ്. അത് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ഒരു സ്കൂളിന് തന്നെയാണ്. ഗോത്ര കലകളായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ പോലും അതിനുണ്ടായിട്ടില്ല. ഇങ്ങനെ ഈ വർഷം നടന്നു. അടുത്ത വർഷം ചിലപ്പം ഒന്നും അറിയാത്തവരെയൊക്കെ പിടിച്ചിരുന്നത് ജഡ്ജ്മെൻറ്റിൽ. അത് ആ കുട്ടികളുടെ ആ ഒരു മികവിനെ ശരിക്കും തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുകയാണ്. അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഗോത്രവർഗ കമ്മീഷനും ഷിജിത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഷിംജിത്തൊക്കെ കുറെ കാലങ്ങളായി ഈ കലാരൂപത്തിനായി അതിനെ ഉപാസിച്ച് തന്നെ കഴിയുന്ന ആളുകളാണ്. അവരൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? ഇതേക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ വന്ന് വിധി നിർണ്ണയം നടത്തുമ്പോൾ കേവലം മാർക്കിലല്ലോ, കലാരൂപം ആസ്വദിച്ച് വേണമല്ലോ വിധി നിർണ്ണയിക്കാൻ. ഗുഡ് ഈവനിങ് സുജയ. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവങ്ങളിൽ ഗോത്രകലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. അത്തവണ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കലോത്സവം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഗോത്രകലകൾ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ഈ കലകൾ ജഡ്ജ് ചെയ്യാനായിട്ട്, വിധി നിർണ്ണയിക്കാനായിട്ട് മതിയായിട്ടുള്ള ജഡ്ജിമാരെ കണ്ടെത്താനായിട്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഈ മംഗലകളി അടക്കമുള്ള ഈ ഗോത്രകലകൾക്ക് വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് തലേദിവസം രാത്രിയാണ് ജഡ്ജിമാരെ അറിയിച്ചു എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 5 കലകളാണ് ഗോത്രകലകളായിട്ട് ഇത്തവണയും ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കലകളെക്കുറിച്ചുള്ള നൈപുണ്യം ഉണ്ടായിരിക്കണം. 2 ഈ കലകൾ ചെയ്ത് പരിചയമുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോത്ര സമുദായവുമായി ബന്ധമുണ്ടായിരിക്കണം. ഇത്തരത്തിൽ മാനുവൽ വളരെ വ്യക്തമായിട്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുമ്പോഴാണ് ഈ കലകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജഡ്ജിമാരെ വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ വളരെ വിഷമത്തോടുകൂടി കഴിഞ്ഞുപോയി. എന്തായാലും കലോത്സവം ഇപ്പോൾ ഇന്നലെ തന്നെ കൊടിയിറങ്ങി. പക്ഷേ പരാതികൾ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ ഗോത്രവർഗ കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. ഗോത്രവർഗ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹിയറിംഗിനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഈ ജഡ്ജിമാരെ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ഹിയറിംഗിന് വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അവരെന്താണ് പറയുന്നത്, അവരുടെ വിശദീകരണം എന്താണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നുണ്ട് സുജയ. ശരി, ഇതിലെന്താണ് തീരുമാനമെന്നത് അറിയണം. കാരണം ഗോത്രകലയെ അപമാനിക്കുന്ന തരത്തിലുള്ള വിധി നിർണ്ണയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഗോത്രകല പരിശീലിപ്പിക്കുന്ന ആൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗരവമുള്ള പരാതിയാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.